നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ തലേ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 5 മണിക്കായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകാൻ ആക്ച്വലി ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആളുകളുടെ എണ്ണം കൂടി ഞങ്ങൾ മൊത്തം 5 പേരായിട്ടോ. 2 പേരുടെ അവസാന നിമിഷമാണ് കൺഫേം ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഷിജിനും മനീഷയും കൂടെ ഗ്രാൻഡ് പേന്ന് ടാക്സി വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് വന്നു. പിന്നെ ദീപ, പിന്നെ വേറൊരു ചേട്ടനുണ്ടായിരുന്നു. അവർ 2 പേരും വിഷ്ണു സാറിൻ്റെ വണ്ടിയിൽ എയർപോർട്ടിൽ കൊണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നു കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 7 കിലോൻ്റെ ബാഗ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിലാണെങ്കിൽ എൻ്റെ ഒരുപാട് ഇലക്ട്രിക് ഐറ്റംസ് ഉണ്ട്, ക്യാമറ, മൈക്ക്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് കുറേ നേരം നിൽക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ പുറത്തെടുത്ത് ചെയ്യേണ്ടത്. എനിക്കത് ഭയങ്കര മടിയാണ്. പക്ഷെ നമുക്കിതൊന്നും കൊണ്ടുപോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആൽക്കഹോള്. അതിവിടെ കുറച്ച് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ 2-3 കുപ്പിയൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ടല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. മനീഷ നമ്മുടെ കൂടെ ഒരു 2-3 ആഴ്ചത്തേക്ക് കേരളം, ഇന്ത്യ അങ്ങനെ മൊത്തം സ്ഥലം ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ദീപേൻ്റെത് പോകുന്നതിന് ഒരാഴ്ച മുന്നെയാണ് കൺഫേം ആയിട്ടുണ്ടായിരുന്നത്. Yes. Thank you. Miss Divya, thank you so much. Take your care. Thank you. Bye. Oh, thank you. Thank you. ഞങ്ങൾക്ക് രാവിലെ 9:45 ഇൻഡിഗോ ഫ്ലൈറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റായിട്ട് കാലിക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നിതേഷ് ചേട്ടൻ്റെ ഒരു പെർമിറ്റിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ കാരണം തിരിച്ച് റിട്ടേൺ പോയിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് മൗറീഷ്യസിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ ദീപ, ഞാൻ, ഷിജിന് നമ്മൾ മൗറീഷ്യസിലെ ജോലി തീർന്നിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി കേട്ടോ. ഇൻഡിഗോയിൽ ഞങ്ങൾ കേരളത്തിലല്ലാതെ നമ്മൾ മൗറീഷ്യസിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ്. അത് നമുക്ക് ബാംഗ്ലൂരേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ റേറ്റ് ഒന്നുമില്ല. എയർ മൗറീഷ്യസ് വെച്ച് നോക്കുമ്പം റേറ്റ് കുറവാണ്. അങ്ങനെ ഞങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത് പലരും പല സ്ഥലത്താണ് കേട്ടോ. ഞാനും ഷിജിനും ഒരു സ്ഥലത്ത്, ദീപ സെപ്പറേറ്റ്, മനീഷ് സെപ്പറേറ്റ്, നിതേശേട്ടൻ സെപ്പറേറ്റ്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് ആരാ ഉള്ളത് അവരെ നോക്കിയിട്ട് ഞങ്ങൾ പറയുക, എന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് വന്നിട്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആ ചേട്ടനെ ഞങ്ങൾ മാറ്റുകയും ചെയ്ത് ദീപ അപ്പുറത്ത്, നിതേശേട്ടൻ്റെ അടുത്ത് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവളും മനീഷി അങ്ങോട്ട് പോയിട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിന് സെപ്പറേറ്റ് ഓർഡറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്സും പിന്നെ എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു കുഞ്ഞ് ചിക്കൻ റോളൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വരുന്നതിൻ്റെ തലേന്നത്തെ ദിവസം ക്ലൈമറ്റൊക്കെ മാറി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മണി കോയിന് കുറച്ചും കൂടെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് എല്ലാ കടകളൊക്കെ അടച്ചതുകൊണ്ട് തന്നെ ഞങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വരെ ക്യാൻസലായി പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് പിറ്റേന്നായപ്പോഴത്തിലും എല്ലാം നോർമലായിട്ടോ. കുറേ നേരം ഫ്ലൈറ്റിലിരുന്ന് ബോറടിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ മൂവി കാണാമെന്ന് വിചാരിച്ച് ലൂസിഫർ സെക്കൻഡ് പാർട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഒരു 5:30 ആയപ്പം നമ്മൾ ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങി കേട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് 9 മണിക്കാണ് കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ്. നമ്മൾ നിതേഷ് ചേട്ടന് ബാംഗ്ലൂരിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകും. ബാക്കി എല്ലാവരും എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ദീപേൻ്റെ വീട്ടിലോട്ട് പോയത്. സൂക്ഷിച്ച് പിടിച്ചോ. ഓക്കെ. അല്ല, ആ ഓറഞ്ചും കഴിഞ്ഞില്ലേ? നമ്മൾ ബാംഗ്ലൂർ ടെർമിനൽ 2ലാണ് കേട്ടോ ഫ്ലൈറ്റ് ഇറങ്ങിയത്. ഇനി ഈ ഒരു ബസ്സിൽ നിന്ന് നമ്മൾ ടെർമിനൽ 1ലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ്. നമ്മുടെ ഇതിനകത്ത് വീണ്ടും നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി നമ്മൾ കാലിക്കറ്റിൽ എത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.